നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ആരോഗ്യമന്ത്രി വീണ ജോർജിന്റെ ഭർത്താവ് ജോർജ് ജോസഫിന്റെ ഉടമസ്ഥതയിലുള്ള കെട്ടിടത്തിന് അനുകൂലമായി ഏഴാംകുളം കൈപ്പട്ടൂർ റോഡിലെ ഓടയുടെ ഗതി മാറ്റിയെന്ന് ആരോപിച്ച് കോൺഗ്രസ് പ്രതിഷേധം. കൊടുമണ്ണിലെ പഞ്ചായത്ത് സ്റ്റേഡിയത്തിന് മുന്നിൽ ഓട നിർമ്മാണം തടഞ്ഞു കൊടികുത്തിയ 7 കോൺഗ്രസ് പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്തു നീക്കി. കൊടുമൺ പഞ്ചായത്തിൽ ഇന്ന് രാവിലെ 6 മുതൽ വൈകിട്ട് 6 വരെ കോൺഗ്രസ് ഹർത്താൽ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇന്നലെ CPM ജില്ലാ സെക്രട്ടറി KP ഉദയഭാനു സ്ഥലത്തെത്തി പുറംപോക്ക് ഒഴിവാക്കി ഇപ്പോൾ നിർമ്മിക്കുന്ന സ്ഥലത്തുകൂടി തന്നെ ഓട നിർമ്മിക്കണമെന്ന് ഉദ്യോഗസ്ഥരോട് ആവശ്യപ്പെട്ടു. എന്നാൽ സ്ഥലത്തുണ്ടായിരുന്ന CPM ജില്ലാ കമ്മിറ്റി അംഗം കൂടിയായ കൊടുമൺ പഞ്ചായത്ത് പ്രസിഡന്റ് KK ശ്രീധരൻ ജില്ലാ സെക്രട്ടറിയുടെ ആവശ്യം നടപ്പാക്കാൻ കഴിയില്ലെന്ന് അറിയിച്ചു. പുറംപോക്ക് ഭൂമിയിൽ കയ്യേറ്റമുണ്ടെന്ന് സ്ഥിരീകരിക്കുകയും ചെയ്തു. എന്നാൽ പ്രസിഡന്റിന്റെ നിർദ്ദേശം അവഗണിച്ച് ഓട നിർമ്മാണം തുടരുകയായിരുന്നു. ഇന്നലെ ഉച്ചയോടെ കോൺഗ്രസ് പ്രവർത്തകർ ഓട നിർമ്മാണം തടഞ്ഞു കൊടികുത്തി. കെട്ടിട നിർമ്മാണ സമയത്ത് പുറംപോക്ക് കയ്യേറിയത് കണ്ടെത്താതിരിക്കാനാണ് ഓടയുടെ ഗതി മാറ്റിയതെന്നാണ് കോൺഗ്രസിന്റെ ആരോപണം. തുടർന്ന് പോലീസ് എത്തി 7 പേരെ അറസ്റ്റ് ചെയ്തു. അറസ്റ്റ് അന്യായമാണെന്ന് ആരോപിച്ച് സ്റ്റേഷനിൽ പ്രവർത്തകർ കുത്തിയിരുന്നു. പിന്നീട് പ്രവർത്തകരെ വിട്ടയച്ചു. ഓട റോഡിന്റെ അതിർത്തിയിലേക്ക് മാറ്റി സ്ഥാപിക്കുന്നതുവരെ പ്രക്ഷോഭം തുടരുമെന്ന് കോൺഗ്രസ് പ്രവർത്തകർ പറഞ്ഞു. അതേസമയം റോഡിന്റെ പുറംപോക്ക് കയ്യേറിയിട്ടില്ല എന്നും കെട്ടിടം നിർമ്മിക്കുന്നതിന് മുൻപാണ് റോഡിന്റെ അലൈൻമെന്റ് നടത്തിയതെന്നും വികസനത്തിനായി ഇനിയും സ്ഥലം വിട്ടു നൽകാൻ തയ്യാറാണെന്നും ജോർജ് ജോസഫ് പറഞ്ഞു. പത്തനംതിട്ട കൊടുമണ്ണിൽ അഴുക്കുചാൽ നിർമ്മിച്ചതിനെ ചൊല്ലിയുള്ള വിവാദം രാഷ്ട്രീയപേർത്തുമെന്ന് അദ്ദേഹം പറഞ്ഞു. കാനയുടെ നിർമ്മാണത്തിൽ ഇടപെട്ടിട്ടില്ല. കെട്ടിടത്തിന്റെ മുന്നിൽ 17 മീറ്റർ വീതിയുള്ളതിനാൽ കാന എങ്ങനെ പണിയാം? വീണ ജോർജ് മന്ത്രിയാവും മുമ്പ് അലൈൻമെന്റ് പൂർത്തിയായതാണെന്നും ജോർജ് ജോസഫ് പറഞ്ഞു. മന്ത്രിയുടെ ഭർത്താവ് ജോർജ് ജോസഫ് കയ്യേറ്റം നടത്തിയിട്ടില്ല എന്നാണ് CPM പത്തനംതിട്ട ജില്ലാ സെക്രട്ടറി KP ഉദയഭാനു പറയുന്നത്. ട്രാൻസ്ഫോമർ മാറ്റാത്തതിനാലാണ് കൊടുമണ്ണിൽ ഓടയ്ക്ക് ചെറിയ ഗതിമാറ്റമുണ്ടായത്. CPM പഞ്ചായത്ത് പ്രസിഡന്റ് ഓടയ്ക്കെതിരെ പറഞ്ഞത് ഗൗരവമായി പരിശോധിക്കും. ഓട നിർമ്മാണത്തിനിടെ നേരിട്ട് പോയത് അവിടുത്തെ പ്രശ്നം പരിശോധിക്കാൻ. പുറംപോക്ക് ഭൂമി കയ്യേറി കോൺഗ്രസ് ഓഫീസ് നിർമ്മിച്ചെന്നും ഇതിനെതിരെ കളക്ടറെ സമീപിക്കുമെന്നും KP ഉദയഭാനു പ്രതികരിച്ചു. റോഡ് കയ്യേറി ഓട നിർമ്മിക്കുന്നത് ജോർജ് ജോസഫിന്റെ കടമുറികൾ സംരക്ഷിക്കാനെന്നാണ് കോൺഗ്രസ് ആരോപണം. ഓട നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ചൊവ്വാഴ്ച രാവിലെ മുതൽ കോൺഗ്രസ് പ്രവർത്തകരുമായി തർക്കമായിരുന്നു. CPM ജില്ലാ സെക്രട്ടറി KP ഉദയഭാനു നേരിട്ട് സ്ഥലത്തെത്തി റോഡ് കയ്യേറിയുള്ള ഓടപ്പണിക്ക് നിർദ്ദേശം കൊടുത്തതാണ് തർക്കത്തിന് ഇടയാക്കിയത്. ഇതറിഞ്ഞ് CPM ഭരണത്തിലുള്ള പഞ്ചായത്ത് പ്രസിഡന്റ് KP ശ്രീധരൻ എത്തി പണികൾ തടയുകയും ചെയ്തു. പുറംപോക്ക് ഭൂമിയിൽ കയ്യേറ്റമുണ്ടെന്ന് സ്ഥിരീകരിക്കുകയും ചെയ്തു. നേരത്തെ പഞ്ചായത്ത് തലത്തിൽ പൊതുമരാമത്ത് വകുപ്പ് ഉദ്യോഗസ്ഥർ ഉൾപ്പെടെയുള്ളവരുടെ സാന്നിധ്യത്തിൽ യോഗം കൂടി തീരുമാനിച്ചതിൽ നിന്ന് വ്യത്യസ്തമായാണ് ഇപ്പോൾ പണി നടന്നത്. അതേസമയം കിഫ്ബി പദ്ധതിയിൽ വികസിപ്പിക്കുന്ന ഏഴുകുളം കൈപ്പട്ടൂർ റോഡ് പണിയിൽ അപാകതയെന്ന് പരാതികൾ ഉയർന്നിട്ടുണ്ട്. പല ഭാഗത്തും വീതി കുറഞ്ഞുവെന്നാണ് ആരോപണം. 43 കോടി രൂപ മുടക്കി 12 മീറ്റർ വീതിയിലാണ് റോഡ് വികസിപ്പിക്കുന്നത്. 9 മീറ്റർ വീതിയിൽ BMBC നിലവാരത്തിലാണ് ടാറിംഗ് നടത്തുന്നത്. എന്നാൽ പലയിടത്തും റോഡിന്റെ അലൈൻമെന്റ് മാറ്റുന്നതായാണ് പരാതി. പാലങ്ങളുടെയും ഓടകളുടെയും നിർമ്മാണം ശാസ്ത്രീയമല്ലെന്നാണ് നാട്ടുകാർ പറയുന്നത്. കൊടുമൺ ജംഗ്ഷൻ, സ്റ്റേഡിയം ഭാഗം, ചന്ദനപ്പള്ളി, ഫെഡറൽ ബാങ്കിന് മുൻവശം എന്നിവിടങ്ങളിൽ വീതി കുറവാണെന്നാണ് ആക്ഷേപം. ഇത് സ്വകാര്യ വ്യക്തികളെ സംരക്ഷിക്കാൻ വേണ്ടിയെന്നും പരാതി. ഭരണകക്ഷി നേതാക്കളും ഇതിനായി ഇടപെട്ടിട്ടുണ്ട്. പുറംപോക്ക് ഭൂമി ഉണ്ടായിട്ടും അത് റോഡിനോട് ചേർക്കാതെ കയ്യേറ്റക്കാർക്ക് വിട്ടുകൊടുക്കുന്ന സമീപനമാണുള്ളതെന്നാണ് നാട്ടുകാരുടെ ആരോപണം. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.